ഓക്കെ, നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻകത്തിനെ പല ഹെഡുകളാക്കി ക്ലാസിഫൈ ചെയ്യും. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെഡാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇൻകം ഫ്രം സാലറി പോലെ കോംപ്ലിക്കേഷൻ ബാക്കി ഒന്നിലുമില്ല. ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങിച്ചില്ലേ ഇൻകം ഫ്രം സാലറിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. കാര്യം അവർക്ക് ഒരുപാട് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. എല്ലാത്തിനെയും ഈ ടാക്സിൻ്റെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഭാരിച്ച പണി ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ അതൊന്ന് കോംപ്ലിക്കേറ്റഡായി പോകുന്നത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡാണ്. ഞാൻ എന്നാൽ ആ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആണ്. ഇൻകം ഫ്രം സാലറി ഒരു ഒറ്റ വീഡിയോക്കകത്ത് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ മാത്രമാണ്. ബാക്കി മാക്സിമം ഞാൻ കോംപ്ലിക്കേഷൻ ഒഴിവാക്കിയ വീഡിയോ എടുത്തുള്ളൂ. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയയിൽ ഡൗട്ടുണ്ട്, ക്ലാരിറ്റി വേണമെന്നുണ്ട്, ധൈര്യമായിട്ട് പറയാം, നമ്മളതിന് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കോംപ്ലിക്കേഷൻ ഒഴിവാക്കി എത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇൻകം ഫ്രം സാലറി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സംസാരിക്കുക ആദ്യത്തെ കാര്യം എന്താണ് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ വീണ്ടും പറയുന്നു, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇൻകം ടാക്സ് ആക്റ്റാണ്, ഇതൊരു നിയമമാണ്. നിയമമാകുമ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം, ഈ സാലറി നമുക്ക് എന്താണ് സാലറി എന്ന് പറഞ്ഞു. ഇനി ഈ സാലറിക്കകത്ത് എന്തൊക്കെ ഉൾപ്പെടും, കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളെ സാലറി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ഒരു വലിയ സംഭവമല്ല, ബട്ട് സ്റ്റിൽ പറയേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, സാലറി ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയ സാധനം ഉണ്ടല്ലോ, അതിൽ പല കമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഓരോ കമ്പോണൻറ്റിലും ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ സാലറിയുടെ ഭാഗമാക്കി മാറ്റണം, ഇത്രയും കാര്യങ്ങളാണ് ഡെപ്തിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് മാക്സിമം കാര്യങ്ങളൊന്ന് ഓട്ടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ മാത്രമാണ്, ആരും പേടിക്കേണ്ട. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് സാലറി. ഓക്കെ, സാലറി എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം. സാലറി എന്ന് പറയുന്നത് മണി ഓർ ഇൻ ടേംസ് ഓഫ് മണി ആകാം. ഓക്കെ, മണി ആകാം, ഇൻ ടേംസ് ഓഫ് മണി ആകാം. ഇത് ആര് കൊടുക്കുന്നതാവാം? ഒരു എംപ്ലോയർ റിലേഷനുള്ള ആൾ. ഓക്കെ, എംപ്ലോയർ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയർ റിലേഷൻ എന്ന് പറയുന്ന സാധനം, എംപ്ലോയർ റിലേഷൻ ഉള്ള ആൾ, അതായത് ഒരു ജോലി ദാതാവ് ജോലി സ്വീകരിച്ച ആളിനെ തൊഴിലാളിക്ക് കൊടുക്കുന്ന മണി ഇൻ ടേംസ് ഓഫ് മണി, അതായത് കൈൻഡിൽ പണത്തിൻ്റെ മൂല്യമുള്ള എന്തോ ആയിക്കോട്ടെ, അണ്ടർ എ ജോബ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇവരിടയിലുണ്ടാക്കിയ ജോബ് കോൺട്രാക്റ്റ് പ്രകാരം. ഇനി ഒന്നും കൂടെ ഞാൻ തെളിച്ച് പറയുന്നു, ഒരു എംപ്ലോയറും ഒരു എംപ്ലോയിയും കൂടെ എന്തുണ്ടാക്കുന്നു? ഒരു എംപ്ലോയറും ഒരു എംപ്ലോയിയും കൂടെ ഒരു ജോബ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു. ഈ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന ജോലി പ്രവർത്തിച്ചതിന് ശ്രദ്ധിക്കുക, ആ ജോലി പ്രവർത്തിച്ചതിന് ഈ എംപ്ലോയർ ഈ എംപ്ലോയിക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ മറ്റെന്തെങ്കിലും സൗകര്യമോ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടാലിറ്റീനെയാണ് എന്തെന്ന് വിളിക്കേണ്ടത്? സാലറി എന്ന് വിളിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ബേസിക് അറിയുന്നതിന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? ഒരു ജോബ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള എംപ്ലോയറും എംപ്ലോയിയും, അതിൽ ഈ എംപ്ലോയിക്ക് പണമായിട്ടോ പണത്തിൻ്റെ മൂല്യമുള്ള മറ്റ് സാധനങ്ങളായിട്ടോ എന്ത് കൊടുക്കുകയാണ്? ബെനിഫിറ്റ്സ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ജോബ് പെർഫോം ചെയ്തതിൻ്റെ റെമ്യൂണറേഷനായിട്ട്, പ്രതിഫലമായിട്ട്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, സാലറി എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ജോബ് കോൺട്രാക്റ്റ് പ്രകാരം എംപ്ലോയിക്ക് എന്തിന് കൊടുക്കുന്നത്? ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ജോബ് പെർഫോം ചെയ്തതിന് കൊടുക്കുന്ന മണി ഓർ ഇൻ കൈൻഡിനുള്ള റെമ്യൂണറേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സാലറി എന്ന് വിളിക്കുന്നത്. എല്ലാം എന്തിൻ്റെ ഭാഗമാകണം? സാലറിയുടെ ഭാഗം ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, എന്താണ് സാലറി എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ എന്തിനെ സാലറി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് ചോദിച്ചാലോ?
ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഇപ്പോൾ നമ്മളൊരു ബേസിക്കലി ഒരു 3 കണ്ടീഷൻ പറയുന്നുണ്ടല്ലേ, ഈ പറഞ്ഞ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതൊരു സാലറി അല്ല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ജോബ് കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കുന്നതല്ല പരിപാടി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ പിന്നെ കമ്പനിയിൽ നമ്മളൊരാളെ അക്കൗണ്ടൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഈ അക്കൗണ്ടൻ്റ് അല്ലാത്ത എന്തോ ഒരു പരിപാടി ചെയ്തതിന് അടാ മോനെ കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു പൈസ കൊടുക്കുകയാണ്. അതിലെന്തായിട്ട് കണക്കാക്കത്തില്ല, ഈ പറഞ്ഞ കോൺട്രാക്റ്റ് പ്രകാരം സാലറി ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതേപോലെ എന്തുണ്ട്, ഇല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ പോലെ എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം ഇല്ലാത്ത രണ്ടാൾക്കാർ തമ്മിൽ, ഓക്കെ, അപ്പോൾ ഒരാൾ മറ്റേ ആളുടെ തൊഴിലാളിയല്ല, ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഇവിടെ അടുത്താൾ നിൽക്കുന്നു, ഇയാളുടെ തൊഴിലാളിയല്ല, പക്ഷേ എന്തോ ഒരു ജോലി ചെയ്തതിന് ഇയാൾ എന്ത് കൊടുക്കുകയാണ്, റെമ്യൂണറേഷൻ കൊടുക്കുകയാണ്. എങ്കിലും എന്ത് പറയാൻ പറ്റത്തില്ല, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടാൻ പറ്റത്തില്ല. അതുപോലെ ഇയാൾ കൊടുക്കുന്നത് പണമോ പണത്തിൻ്റെ മൂല്യത്തിലുള്ള ഒന്നും ആയിട്ടല്ല, വെറുതെ ഒന്ന് തോളി തണ്ടിരുന്നു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻകം ഫ്രം സാലറി ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത്. ബട്ട് ഡീറ്റെയിൽഡ് പോയ ഒരുപാട് കാര്യങ്ങൾക്ക് പറയേണ്ടി വരും. MPമാർക്ക് കൊടുക്കുന്ന ശമ്പളം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ക്വാളിഫൈ ഒരു ഇൻകത്തിനെ ഇൻകം ഫ്രം സാലറി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അതിലേതെങ്കിലും ഫുൾഫിൽ ചെയ്യാത്ത ഇൻകത്തിന് എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഇൻകം ഫ്രം സാലറി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകണം. എന്തൊക്കെയാണ് ഇൻകം ഫ്രം സാലറിയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്, എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു സാലറി ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. സാലറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഏറ്റവും ബേസിക്കലി എന്തുണ്ട്, ഒരു എമൗണ്ട് കാണും. നിങ്ങൾക്ക് ഈ സാലറിയുടെ പിന്നെ ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സാലറി കാണിക്കുന്ന ചില അഡ്വർടൈസ്മെൻറ്റ് നോക്കി അറിയാം. ഒരു ബേസിക് സാലറി എപ്പോഴും കാണും, ഒരു മിനിമം എമൗണ്ട്, ഇർറെസ്പെക്റ്റീവ് ഓഫ് അതർ ഫാക്ടേഴ്സ്, ഒരു മിനിമം എമൗണ്ട് എപ്പോഴും കാണും. ഓക്കെ, അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള അഡീഷണൽ ബെനിഫിറ്റുകൾ വരുന്നത്. അപ്പോൾ ബേസിക് സാലറി പ്ലസ് പിന്നെ തൊട്ടടുത്ത് വരുന്ന സാധനമാണ് അലവൻസസ് എന്ന് പറയും. അലവൻസ് എന്ന് പറയുന്നത് ശമ്പളത്തിന് ഉപരി സാമ്പത്തികമായിട്ട് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സഹായങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ ആ റെമ്യൂണറേഷൻ്റെ പാർട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അലവൻസ് എന്ന് വിളിക്കുന്നത്. ഈ ബേസിക് സാലറിയും എന്ത് തന്നെയാണ്, പേയ്മെൻറ്റ് ഇൻ ക്യാഷ് തന്നെയാണ്. ബട്ട് ഈ പറയും പോലെ പിന്നെ ഒരു കൃത്യ എമൗണ്ട് കാണാൻ വേറെ ചാഞ്ചാട്ടം കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അലവൻസ് എന്ന് പറയുന്നത് പ്രത്യേക സാഹചര്യങ്ങൾ നോക്കിയിട്ട്, അതാണ് ഒരു സഹായം പോലെ നമ്മൾ പറയാം. സഹായം മീൻസ് വെറുതെ കൊടുക്കുന്നതല്ല, പക്ഷേ ആ ഓരോ ജോലിയും ഓരോ അലവൻസായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്, ഓരോ പ്രത്യേക സാഹചര്യവും ഓരോ അലവൻസായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആളുടെ സാഹചര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് കൊടുക്കേണ്ടി വരും, എംപ്ലോയർ കൊടുക്കുന്ന ചില അഡീഷണൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളെയാണ് അലവൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അലവൻസ് അല്ലാതെ എന്തുണ്ട്, ഒരു സാധനമുണ്ട്, അതിനെ പെർക്വിസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, പെർക്വിസൈറ്റ്സ് എന്ന്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അലവൻസ് എന്ന് പറയുന്നത് ഇൻ ക്യാഷ് ആണെങ്കിൽ പെർക്വിസൈറ്റ്സ് എന്താണ്, ക്യാഷ് അല്ല, ഇൻ കൈൻഡാണ്. പണത്തിൻ്റെ മൂല്യമുള്ള എന്തും ആവാം. ഡയറക്റ്റ് ഇയാളുടെ കയ്യിലേക്ക് പൈസയായിട്ട് കൊടുക്കാതെ പണത്തിൻ്റെ മൂല്യമുള്ള എന്ത് കൊടുത്താൽ അതിനെ എന്തെന്ന് വിളിക്കും, പെർക്വിസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ പെർക്വിസൈറ്റ്സ് കൂടാതെ എന്തുണ്ടാവും, പെർക്വിസൈറ്റ്സ് കൂടാതെ വേറൊരു സാധനം കൂടെ ഉണ്ട്, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി എന്ന് പറയും. വേറൊന്നുമല്ല, സാലറി ഇയാൾ ഇത്ര കാലം വാങ്ങിച്ചു എന്നതുകൊണ്ട്, ഓക്കെ, വിത്ത് റെസ്പെക്ട് ദ സാലറി, അയാൾക്ക് സാലറി കിട്ടുന്നു എന്ന കാരണം കൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ലാതെ, ഈ പറഞ്ഞ ബേസിക് സാലറി, അലവൻസ്, പെർക്വിസൈറ്റ്സ് ഒന്നുമല്ലാതെ അഡീഷണലായിട്ട് കിട്ടുന്ന ചില ബെനിഫിറ്റുകളുണ്ട്. അതിനാണ് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, വിത്ത് റെസ്പെക്ട് സാലറി, അല്ലെങ്കിൽ സാലറിയായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ എന്തുണ്ടാവുന്നത്, സാലറി ഉണ്ടാവുന്നത്. ഒരു ബേസിക് എമൗണ്ട് ബേസിക് സാലറി ആയിട്ട് കാണും, അതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന, ഓരോ കാര്യത്തിനും ഓരോ സപ്പോർട്ട് കൊടുക്കുന്ന അലവൻസുകൾ കാണും, പെർക്വിസൈറ്റ്സ് കാണും, പിന്നെ എന്തുണ്ട്, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറിയും കാണും. ഇതിൽ നമുക്ക് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്, ബേസിക് സാലറി എന്ന് പറയുന്നത് എപ്പോഴും ഫുള്ളി ടാക്സബിൾ ആണ്.
എത്ര ബേസിക് സാലറി കിട്ടുന്നു അതിന് ഇയാൾ എന്തുണ്ട് ടാക്സബിൾ ഇൻകത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. പ്രോഫിറ്റ് ലിയോ സാലറിയുടെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ കഥയിലെ കോംപ്ലിക്കേഷൻ വരുന്നത് ഈ രണ്ട് കൂട്ടർക്കാണ്. ബാക്കി അതിൽ കോംപ്ലിക്കേഷൻ ഇല്ല എന്നല്ല, പ്രോഫിറ്റ് ലിയോയിലും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. എന്നാലും മാക്സിമം കോംപ്ലിക്കേഷൻ വരുന്നത് എവിടെയെന്നറിയോ? ഈ പറഞ്ഞ അലവൻസും പെർക്യുസൈറ്റ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ്. കാര്യം ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ എന്തായിട്ട് മൂന്നായിട്ട് തിരിക്കും. അലവൻസ് ആയിരുന്നാലും പെർക്യുസൈറ്റ്സ് ആയാലും പിന്നെ ഒരു മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതിനെ കൃത്യം അങ്ങനെ പറയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ പെട്ടെന്ന് നമ്മളിപ്പം ജസ്റ്റ് ബേസിക് നോക്കാമല്ലോ, അതുകൊണ്ട് ഒന്ന് കാര്യം അറിയാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ്. അലവൻസ് ആയിരുന്നാലും പിന്നെ പെർക്യുസൈറ്റ്സ് ആയിരുന്നാലും ടാക്സബിൾ കാണാം, കുറച്ച് മാത്രം ടാക്സ് ചെയ്യുന്ന കാണാം. കുറച്ച് മാത്രം ടാക്സ് ചെയ്യുന്ന ഇൻ ദ സെൻസ് പാർട്ട്ലി ടാക്സബിൾ, ഒരു പാർട്ട് മാത്രം ടാക്സബിൾ ആയിട്ടുള്ളത് കാണാം. പിന്നെ എന്ത് കാണാം? ഫുള്ളി എക്സംപ്റ്റഡ് കാണാം. കൃത്യം ഇങ്ങനെയല്ല അവർ പറയുന്നത്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ അലവൻസും പെർക്യുസൈറ്റ്സും ഫുള്ളും ടാക്സബിൾ, അതായത് എത്ര അലവൻസ് അല്ലെങ്കിൽ പെർക്യുസൈറ്റ് ആയിട്ട് കിട്ടുന്നു അത് ഫുള്ളും ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയുണ്ട്. കുറച്ച് മാത്രം ടാക്സ് അടച്ചാൽ മതി, ടാക്സ് അടയ്ക്കേ വേണ്ട. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ അലവൻസാണ് ഈ പറഞ്ഞ ഏതിലൊക്കെ പെടുന്നത്, ഏതൊക്കെ പെർക്യുസൈറ്റ്സാണ് ഈ പറഞ്ഞ ഏതിലൊക്കെ പെടുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഇൻകം ഫ്രം സാലറി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻകം ഫ്രം സാലറിയുടെ ഒരു ബേസിക് ഐഡിയ. അതെന്താണ്? കമ്പോണൻസ് ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബേസിക് സാലറി എന്ന് പറയുന്ന ഒരു ബേസിക് എമൗണ്ടാണ്. അലവൻസ് എന്താണെന്ന് പറഞ്ഞു, പെർക്യുസൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ഇൻ ലിയോ സാലറിയെ കുറിച്ച് അധികം പറഞ്ഞില്ല. അവിടെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ പെൻഷൻ, PF ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റാണ്. എന്താണ്? നമ്മുടെ പിന്നെ സാലറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ പ്രോഫിറ്റുകളാണ്. സാലറിയുടെ കൂടെ കിട്ടുന്ന സാധനം ആയിരിക്കണമെന്നില്ല, പക്ഷേ അത് അഡീഷണൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവിടെ ഞാൻ പറയുന്നു, പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഒന്ന് കാണാം, ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു ഓൾ.